ജയ് ശ്രീരാമകൃഷ്ണ. ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴിത്താരയിൽ ഒരു സഞ്ചാരം, അതായിരുന്നു വള്ളിക്കോട് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ പ്രതിമാസം 4-ാം ഞായറാഴ്ച തോറും നടക്കുന്ന സത്സംഗത്തിൻ്റെ വിഷയം. ഇത് ഏതാണ്ട് 4-5 സെയിം സബ്ജക്റ്റ് 5 സത്സംഗം കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ 6-ാമത്തെ സബ്ജക്റ്റാണ്. അതുകൊണ്ട് ആ കഴിഞ്ഞു പോയ സബ്ജക്റ്റുകളുടെ ഒരു ഏകദേശ രൂപം ഇവിടെ പറയാം. ആദ്യം ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ആദ്യം വേണ്ടത് ഒരു നാമം നമ്മുടെ ഉള്ളിൽ, ഒരു നാമബീജം ഉള്ളിൽ നടണം. നാമബീജം ഉള്ളിൽ നടണം. ആ നാമബീജത്തെ പതുക്കെ വളർത്തി വെള്ളവും വളവും നൽകി വളർത്തിയെടുക്കുന്ന ഒരു പ്രോസസ്സ്. അതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. രണ്ടാമത് വരുമ്പോൾ ഈ നാമം ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ ആ നാമത്തിൻ്റെ ഒരു രൂപം ധ്യാനിക്കണം. ഒരു രൂപത്തെ നമ്മൾ മനസ്സിൽ കാണണം. ഈശ്വരീയ രൂപം. അതാ നാമത്തിന് അനുസരിച്ചാണ്. ആ നാമം എന്താണോ ആ നാമത്തിനനുസരിച്ചുള്ള ഒരു രൂപഘടനയായിരിക്കും നമുക്കാവശ്യം. അതാണ് വിഗ്രഹം എന്നൊക്കെ പറയുന്നത്. വിഗ്രഹാരാധന എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. കാര്യം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു രൂപം ആവശ്യമാണ്. അപ്പോൾ ഒരു പ്രതിഷ്ഠ ആവശ്യമാണ്. അതായിരുന്നു ആ രൂപധ്യാനം എന്ന ഭാഗം രണ്ടാമത്തേത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള ഓരോരോ വഴികളെക്കുറിച്ച്. അതിൽ ആ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വിവിധ വഴികളിൽ ആദ്യത്തെ വഴി ചർച്ച ചെയ്തത് ആസക്തിയാണ്. ആസക്തി. നമുക്ക് പല കാര്യങ്ങളിലും ആസക്തി ഉണ്ടാകും. അത് ഈശ്വരനോട് ആസക്തി ഉണ്ടാകും. സാധാരണഗതിയിൽ നമുക്ക് ആസക്തി ഉണ്ടാകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്
ധനം. 2 മാനം. 3 സുഖം. ധനം, മാനം, സുഖം. അപ്പം അത് തുടർന്ന് അതിൻ്റെ ചെറിയ ഡിസ്ക്രിപ്ഷൻസ് ഇനിയുണ്ട്. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഇൻട്രൊഡക്ഷനിൽ അത് പറയുന്നില്ല, അത് വരുന്നുണ്ട്. ഇനി ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം, ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ഈശ്വര സാക്ഷാത്കാരത്തിന് ആഹാരം ഒരു വലിയ ഘടനയാണ്. അതുകൊണ്ടാണ് ഏത് ആഹാരവും കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ബ്രഹ്മാർപ്പണം ചൊല്ലണം എന്ന് പറയുന്നത്. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിന. ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ഗീതയിലെ, ഭഗവത്ഗീതയിലെ 4-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകമാണിത്. 4-ാമത്തെ അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗം. ജ്ഞാനകർമ്മ സന്യാസ യോഗം. ആ അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകം ഇതാണ്. എല്ലാ ആഹാരങ്ങളും ഈ ഒരു സങ്കല്പത്തിലാണ്. അതായത് ആഹാരമാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഏക മാർഗം, അല്ലെങ്കിൽ പ്രധാന മാർഗം. പല വഴികളിൽ ഒരു പ്രധാന മാർഗം. നമ്മളെ സംബന്ധിച്ച്, മനുഷ്യനെ സംബന്ധിച്ച് ആഹാരം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെല്ലാം അന്നഗത പ്രാണരാണ് എന്നുകൊണ്ടാണ്. ഒരു അന്നഗത പ്രാണന് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും മുഖ്യമായ ഒരു മാർഗം ഭക്ഷണം തന്നെയാണ്, ആഹാരം തന്നെയാണ്. വളരെ വിചിത്രമായൊരു കാഴ്ചപ്പാടാണ്. അതിലേക്കാണ് ഇനി നമ്മൾ ഇതിലൂടെ കടന്നു പോകുന്നത്. നമുക്കത് കേൾക്കാം. ഇനിയുള്ളത് അതിൻ്റെ ഓഡിയോ മാത്രമാണ്, വീഡിയോ അല്ല. അതുകൊണ്ട് ആ ഓഡിയോ മുഴുവനായിട്ട് കേൾക്കുക. നമസ്തേ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. നമ്മൾ കഴിഞ്ഞ 5 മാസമായി തുടർന്നു വരുന്നൊരു ക്ലാസ്സാണ്. ഓർക്കുന്നുണ്ടാവും, നമ്മൾ നാമബീജം എന്നുള്ളതിൽ തുടങ്ങിയതാണ്. ആദ്യത്തെ ഇതിൽ നാമബീജം, എങ്ങനെയാണ് ഒരു നാമബീജം നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിൽ നടുന്നത്. ഒരു നാമബീജം നടണം എന്തായാലും. ആ നാമബീജം നട്ട് അതിനെ മെല്ലെ മെല്ലെ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് കാലികളൊന്നും മറ്റ് ബാഹ്യ ശക്തികളൊന്നും ആക്രമിക്കാതെ ആ നാമബീജത്തെ മെല്ലെ മെല്ലെ വളർത്തിക്കൊണ്ടുവരണം. ആ നാമബീജം എന്തും ആകാം, പക്ഷെ ആ നാമബീജത്തെ നമ്മൾ പതുക്കെ 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 വളർത്തിക്കൊണ്ടുവരണം എന്ന് പറയുന്ന പോലെ. അതാണ് സാധാരണ ഇപ്പോൾ ക്ഷേത്രങ്ങളിലുമെല്ലാം ഈശ്വരന്മാർക്കും എല്ലാം ഇത് ബാധകമാണ്. മൂലമന്ത്രം എന്ന് പറയുന്നത് ആ പ്രതിഷ്ഠയുടെ നാമബീജമാണത്, ബീജമന്ത്രം. ആ പ്രതിഷ്ഠയ്ക്കുള്ള ബീജമന്ത്രമാണ്. ഇപ്പോൾ എല്ലാ കൃഷ്ണക്ഷേത്രത്തിലും ഒരേ ബീജമന്ത്രമല്ല, എല്ലാ ദേവീക്ഷേത്രത്തിലും ഒരേ ബീജമന്ത്രമല്ല, വ്യത്യസ്തമായ ബീജമന്ത്രമാണ്. അപ്പോൾ ആ ബീജമന്ത്രം എത്രയോ തവണ ഉരുവിട്ടാണ് നമ്മൾ ഇന്ന് ആ ക്ഷേത്രത്തിൽ ക്ഷേത്ര ചൈതന്യം നിലനിന്നു പോകുന്നത്. ഇതേ പ്രോസസ്സാണ് നമ്മുടെ ഉള്ളിലും നിൽക്കുന്നത്. നമ്മുടെ ഉള്ളിലും ഈ ബീജമന്ത്രം നമ്മൾ നാമബീജം ഇങ്ങനെ ഉരുവിട്ട് ഒരേ നാമം തന്നെ ഉരുവിട്ട് അത് വളർന്ന് പന്തലിച്ചാണ് നമ്മുടെ ഉള്ളിലൊരു ആത്മീയ ചൈതന്യം അല്ലെങ്കിൽ ഒരു ഈശ്വര ചൈതന്യം ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ആദ്യം ക്ലാസ്സിൽ പറഞ്ഞത്.
ഞാനിതൊന്ന് വെറുതെ ഒരു റിവിഷൻ പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത് നമ്മൾ അതിലേക്ക് എത്തിയത് നാമബീജം കഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമായി വരുന്നത് രൂപധ്യാനമാകും. നാമബീജം എന്താണോ അതിൻ്റെ രൂപധ്യാനമാണ്. ആ നാമബീജത്തിൽ പറഞ്ഞിരിക്കുന്ന രൂപം അതേത് ഇപ്പോൾ ക്ഷേത്ര സങ്കല്പത്തിലും അതുതന്നെയാണ്. അപ്പോൾ അത് പറയാനൊരു കാരണം, ഈ കഴിഞ്ഞ ദിവസം ഗോവിന്ദകുളങ്ങര ക്ഷേത്രത്തിൽ കണ്ടെന്ന് പറഞ്ഞ് ദേവി ദുർഗയാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ആ ദേവിയുടേതായ ഒരു ചിത്രം ഇല്ല. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ദുർഗയുടെ ഗൂഗിളിൽ കിട്ടുന്ന ഒരു ചിത്രമാണ് നോട്ടീസിലുമൊക്കെ പതിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദേവീ ചിത്രം വേണം എന്ന് ഒരു താല്പര്യം വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ഇപ്പോൾ ഈ വരുന്ന ഡിസംബർ 18 മുതൽ സപ്താഹയജ്ഞം ആരംഭിക്കുക. അത് നമ്മുടെ ഉദിത് ചൈതന്യമാണ് അതിൻ്റെ യജ്ഞാചാര്യനായിട്ട് വരുന്നത്. സാധാരണ സപ്താഹയജ്ഞം അല്ല അവിടെ നടക്കുന്നത്. ഏതാണ്ട് 18 വർഷം മുമ്പ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നടന്ന ഗുരുവായൂർ സത്രം, ആ സത്രത്തിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ടുള്ള ഒരു സപ്താഹമായിട്ടാണത് പദ്ധതി ഒരുക്കുന്നത്. അപ്പോൾ സാധാരണ സപ്താഹം പോലെ അല്ല, അത് ഈ സത്രം പോലെ തന്നെയാണ്. എങ്ങനെയാണോ ഗുരുവായൂർ സത്രം നടക്കുന്നത് അതേ മോഡലിലാണ് ഇവിടെയും ഈ സപ്താഹം അറേഞ്ച് ചെയ്തിരിക്കുക. അതുകൊണ്ട് അതിൻ്റെ പേര് തന്നെ സത്രസ്മൃതി മഹാസപ്താഹയജ്ഞം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിനൊരു എംബ്ലം വേണം. അപ്പോൾ ഞാൻ ഈ ചിത്രം വരയ്ക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒരു എംബ്ലം തയ്യാറാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇവർ തന്നെ ഫോണിൽ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഗീത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു, ഭഗവത്ഗീത വായിക്കുകയായിരുന്നു. അപ്പോൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ വിശ്വരൂപ ദർശനത്തിൻ്റെ ഭാഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഉടനെ തന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വിശ്വരൂപ ദർശനം തന്നെ എംബ്ലമാക്കി. അപ്പോൾ അങ്ങനെ ആ വിശ്വരൂപ ദർശനമാണ് അത് എംബ്ലമായത്. അപ്പോൾ ആ എംബ്ലത്തിൻ്റെ എംബ്ലം എന്താ പറയുക, അതിന് പ്രകാശനം ചെയ്യുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതിന് സത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ സപ്താഹത്തിൻ്റെ പ്രോഗ്രാം അത് ഇനി 2 മാസം 3 മാസത്തോളം ഉണ്ട്. ഇപ്പോഴേ അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത് കൊണ്ട് ആദ്യമായി ആ എംബ്ലം, ഈ വിശ്വരൂപ ദർശനത്തിൻ്റെ എംബ്ലം പ്രകാശനം ചെയ്യുന്നത് ക്ഷേത്ര തന്ത്രി തന്നെയാണ്. അപ്പോൾ തന്ത്രി അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ സപ്താഹം നടക്കുമ്പോൾ അത് കഴിഞ്ഞ് യജ്ഞപ്രസാദം നൽകുമ്പോൾ നമുക്ക് നമ്മുടെ ദേവിയുടെ ചിത്രം കൂടെ കൊടുക്കാൻ പറ്റിയാൽ നല്ലതായിരുന്നു. ആ ഗോവിന്ദകുളങ്ങര അമ്മയുടെ ഒരു ചിത്രം കൂടെ, ഭഗവതിയുടെ ഒരു ചിത്രം കൂടെ കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ആ ദൗത്യം കൂടെ ഏറ്റെടുത്തു. അപ്പോൾ ദേവിയുടെ ചിത്രം വരയ്ക്കണം. അപ്പോഴാണ് ദേവിയുടെ രൂപം എന്താണെന്ന് അന്വേഷിക്കേണ്ടി വന്നത്. അതുവരെ നമ്മൾ അങ്ങനെയൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ, ദേവിയാണ്. അപ്പോൾ പലർക്കും പല ആശയങ്ങളാണ് ഇതെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ തിരുമേനിയെ അവിടുത്തെ പൂജാരി മേൽശാന്തി, അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ 45 വർഷമായിട്ട് അദ്ദേഹം തന്നെയാണ് അവിടെ പൂജിക്കുന്നത്. അദ്ദേഹം ഒരു കാലവും ഒരവധിയും അദ്ദേഹത്തിനില്ല, ഒരിക്കലും ഒരു ഒഴിവുകഴിവ് വരാറില്ല. വളരെ അപൂർവമായി ചിലപ്പോൾ ഈ കുടുംബത്തിൽ ചില മരണങ്ങൾ സംഭവിക്കുമ്പോൾ വരാൻ പറ്റാതെ വരുന്ന, അങ്ങനെ വളരെ അപൂർവമായിട്ട് മാത്രമേ അദ്ദേഹം വരാതിരുന്നിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റേതായൊരു പ്രശ്നത്തിൻ്റെ പുറത്ത് അദ്ദേഹം ഒരിക്കലും മുടങ്ങിയിട്ടില്ല ഈ കഴിഞ്ഞ 45-50 വർഷമായിട്ട്. ആകെ മുടങ്ങിയത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ കണ്ണിന് ഒരു ഓപ്പറേഷൻ വന്നപ്പോൾ മാത്രമാണ്, അതും ഒരാഴ്ച ഉണ്ട്. അപ്പോൾ അത്രമേൽ ആ ഭഗവതിയെ ഉപാസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ആ മൂലമന്ത്രം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ആ മൂലമന്ത്രം എഴുതി തന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ദേവിയുടെ രൂപം അതിലെന്താണ് എന്ന് വ്യക്തമായത്. ആ മൂലമന്ത്രത്തിൽ ദേവിയുടെ രൂപം വർണ്ണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഒരു നാമബീജം, ഒരു ബീജമന്ത്രം നമ്മൾ ആദ്യം ചെയ്യുന്നു. ആ ബീജമന്ത്രത്തിൽ ഉള്ള രൂപമാണ് നമ്മൾ മനസ്സിൽ കാണുന്ന ആ ഈശ്വര സങ്കല്പത്തിൻ്റെ രൂപം. അപ്പം അങ്ങനെയാണ് ആ ദേവീ രൂപത്തെ നമ്മൾ മനസ്സിലാക്കിയത്, ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്.
അപ്പോൾ സാധാരണ 8 കയ്യും ഒക്കെ വെച്ച് ശൂലം ഒക്കെ പിടിച്ചുള്ള രൂപമാണ് നമ്മൾ സ്ഥിരമായിട്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ല ദേവി ഇരിക്കുന്നത്. ദേവി ചന്ദ്രക്കല ചൂടിയ കിരീടമാണ് വെച്ചിരിക്കുന്നത്. ചന്ദ്രക്കല മഞ്ഞ പട്ടാണ് ഉടുത്തിരിക്കുന്നത്. അവിടെ സ്ഥിരമായി നമ്മൾ എടുക്കുന്ന പടത്തിൽ ചുവന്ന സാരിയാണ്, ഇത് മഞ്ഞപ്പട്ടാണ്. പിന്നെ 8ഉം 10ഉം കൈയൊന്നുമില്ല, 4 കയ്യേ ഉള്ളൂ. അതിൽ ഒരു കയ്യിൽ ചക്രവും മറ്റേ കയ്യിൽ ശംഖും, പിന്നെ ഒരു കയ്യിൽ അമ്പും വില്ലും ഒന്നിച്ച്, പിന്നെ ഒരു കൈ അഭയഹസ്തമാണ്. അത് അഭയഹസ്തവുമായും സങ്കല്പിക്കാം, വരദഹസ്തവുമായിട്ടും സങ്കല്പിക്കാം. അത് നമ്മുടെ സങ്കല്പം അനുസരിച്ചാണ്. അതൊരു വലിയ സങ്കല്പമാണ്. ഞാൻ നാമബീജം നമ്മുടെ ഉള്ളിൽ നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ കാക്ഷിക്കുന്ന ഈശ്വരൻ്റെ രൂപം എന്തായിരിക്കണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടെ ഭക്തനുണ്ട്. അപ്പോൾ ഇവിടെ അതാണ് ഓരോ ഓപ്ഷൻ. ബാക്കി 3 കൈയിനും ഓപ്ഷനില്ല, അത് തന്നെ വേണം. പക്ഷെ 4ാമത്തെ കൈ വരദഹസ്തമാണോ അഭയഹസ്തമാണോ വേണ്ടത് എന്ന് ഭക്തന് തീരുമാനിക്കാം. എന്താ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് ആഗ്രഹിക്കാം, ഞാൻ ദേവിയെ ചെന്ന് കാണുന്നു, അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണ്? എൻ്റെ സമ്പത്ത്. ഇപ്പോൾ നേരത്തെ സ്വാമി പറഞ്ഞ പോലെയാണ്, മുമുക്ഷുക്കൾ അല്ല ബദ്ധജീവൻ്റെ അവസ്ഥയാണല്ലോ. നമ്മളപ്പോൾ ചെന്ന് എന്താവശ്യപ്പെടും? ദേവി ആവശ്യത്തിനുള്ള ധനം എനിക്ക് തരണം, എൻ്റെ സമ്പത്തിന് ഒരു കുറവും വരരുത്, എൻ്റെ രോഗം അങ്ങനെ ഒന്നും വരരുത്, എന്നാൽ അത് മാറണം, എൻ്റെ മക്കളും മക്കളുടെ മക്കളും എല്ലാം സുഭിക്ഷമായിരിക്കണം. ഇതല്ലേ ഇതിനാണല്ലോ പൂജാവിധികളിൽ ഇരിക്കുന്ന മുഴുവൻ. അതെല്ലാം വരദഹസ്തത്തിലാണ്, നമുക്ക് തരുന്നതാണ് ദേവി. അതാണ് നമ്മുടെ താല്പര്യം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വരദഹസ്തമാണ്. അഭയഹസ്തം എന്ന് പറയുമ്പോൾ തിരിച്ചാണ്, ഇങ്ങനെയാണ്. ഇതെന്ന് പറഞ്ഞാൽ സർവവും ദേവി. ഈ അഭയഹസ്തത്തിൻ്റെ വരദഹസ്തത്തേക്കാൾ ശക്തിയാണ് അഭയഹസ്തത്തിന്. അഭയഹസ്തത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. കാര്യം ദേവി മാത്രമാണ് എനിക്ക് അഭയം. അത് രോഗമാണോ അല്ലെങ്കിൽ സമ്പത്താണോ മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും എനിക്ക് പ്രത്യേകിച്ച് യാതൊരു താല്പര്യവുമില്ല. എനിക്കൊരു താല്പര്യമേ ഉള്ളൂ, ദേവി മാത്രമാണ് എൻ്റെ അഭയം. ഇത് നമുക്ക് ഏതാണ് തിരഞ്ഞെടുക്കാം. ഇതെല്ലാ ഈശ്വരീയ സങ്കല്പത്തിലും ഇതുണ്ട്. ബാക്കി എല്ലാ കൈകളിലും ഇരിക്കുന്നത് ഓരോരോ ഉദ്ദേശത്തോടു കൂടി പ്രതിഷ്ഠിക്കപ്പെട്ട ആയുധങ്ങളാണ്. അത് ഓരോന്നും ആ ദേവസങ്കല്പത്തിൽ വരുന്ന ആയുധമാണ്. ഇപ്പോൾ മഹാവിഷ്ണുവിന് 4 കൈകളിൽ 4 ആയുധമുള്ള പോലെ അങ്ങനെ എല്ലാവർക്കും, ശിവന് ആയുധമുള്ള എല്ലാ ദേവീ സങ്കല്പങ്ങളിലും ആയുധങ്ങളുണ്ട്. ആയുധങ്ങളിൽ മാറ്റാൻ നമുക്ക് അവകാശമില്ല, പക്ഷേ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് മാറ്റാം. ഭഗവാൻ ഭക്തന് എന്താണോ പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഭക്തന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ കൊടുത്തു. ഇതാണ് മണിലാൽ മല്ലികൻ എന്ന് പറയുന്ന ശ്രീരാമകൃഷ്ണദേവൻ്റെ വലിയൊരു ഭക്തൻ. മണിലാൽ മല്ലികൻ അയാളൊരു കോൺട്രാക്ടറൊക്കെയാണ്. അപ്പോൾ അയാളുടെ ചിന്ത, ഒരു കോൺട്രാക്ടറുടെ ചിന്ത എപ്പോഴും എന്തായിരിക്കും? പാലം പണി, വീട് പണി, കെട്ടിടം പണി, റോഡ് പണി, ഇതൊക്കെയാണ് അയാളുടെ ചിന്ത. അപ്പോൾ അയാൾ എപ്പോഴും കാളിമാതാവിനെ, ദക്ഷിണേശ്വരത്ത് വന്ന് കാളിമാതാവിനെ ജപിക്കുമ്പോഴും അയാളുടെ ശ്രീരാമകൃഷ്ണദേവനുമായിട്ടുള്ള സംഭാഷണത്തിലും എല്ലാം കിടക്കുന്നത്, ഞാൻ അവിടെ ഡിസ്പെൻസറി കെട്ടിടം പണിഞ്ഞു, ഞാനിപ്പുറത്ത് റോഡ് പണിഞ്ഞു, ഞാനിപ്പുറത്ത് കുളം പണിഞ്ഞു. ഇതാണ് അയാളുടെ വ്യവഹാര. ഇത് അയാളോട് ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, ഈശ്വരൻ നിൻ്റെ അടുത്ത് വന്നാൽ നീ ഈ റോഡ് വേണം അല്ലെങ്കിൽ ആശുപത്രി കെട്ടിടം വേണമെന്നാണോ ചോദിക്കുക എന്ന് ചോദിച്ചു. ഈശ്വരൻ വന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈശ്വരനോട് എന്ത് പറയും? അത് ഓരോരുത്തരുടെ വാസന പോലെ ഇരിക്കും. എൻ്റെ ബിസിനസ് നന്നാവണം, നല്ല റോഡ് പണി നടക്കണം എന്നായിരിക്കും ഈ കോൺട്രാക്ടർ ആകെ. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചത്. ഈശ്വരൻ നമ്മുടെ അടുത്ത് വന്ന് നേരിട്ട് ചോദിക്കുകയാണ്, നിനക്ക് ഞാനൊരു വരം തരാം, നീ എന്താഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ കൺഫ്യൂഷനാകുന്നത്. എന്താ ചോദിക്കേണ്ടതെന്ന് ഇല്ലേ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരില്ലേ? എന്താ ചോദിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. എല്ലാം തരാൻ തയ്യാറുള്ള ആളാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ കൺഫ്യൂഷനായിപ്പോകും. അപ്പോൾ ഇത് പറഞ്ഞു വന്നത്, ഈ ഈശ്വര രൂപം എങ്ങനെയാണ് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നത്. നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ
രൂപസങ്കല്പം. നമ്മളിപ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും ആ രൂപം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അറിയോ? അതിൻ്റെ ഫോട്ടോഗ്രാഫൊന്നും നമ്മുടെ കയ്യിലില്ല. അവിടെ തിരുമേനി ചന്ദനം ചാർത്തി നിർത്തിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ നമുക്കത് എന്താണ് യഥാർത്ഥ രൂപം എന്ന് ഒരു ക്ഷേത്രത്തിലും നമുക്ക് കാണാൻ പറ്റില്ല. ഉണ്ടോ? അത് തിരുമേനി ചന്ദനം ചാർത്തുമ്പോൾ എന്താണോ ആ രൂപഘടനയായിട്ട് നമുക്ക് തോന്നുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നും അത് ഇന്ന രൂപത്തിലാണ്, വേറൊരാൾക്ക് തോന്നും അത് വേറെ രൂപത്തിലാണ്. അപ്പോൾ ഇത് പലർക്കും നമ്മുടെ മാനസിക സങ്കല്പങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ആ വിഗ്രഹത്തെ ക്ഷേത്രത്തിൽ കാണുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ ഇത് എല്ലാ മേൽശാന്തിമാരും അവരുടെ അനുഭവം വിവരിച്ചുകൊണ്ട്, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, മേൽശാന്തിമാർ ഗുരുവായൂർ അനുഭവങ്ങൾ ഇങ്ങനെ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. അപ്പം അവിടെ ഈ കളഭച്ചാർത്ത്, ഈ ചന്ദനം ചാർത്തുമ്പോൾ നേരത്തെ തീരുമാനിച്ചുകൊണ്ട് ഒരിക്കലും അവിടെ ചന്ദനം ചാർത്താൻ പറ്റില്ല. ഒരു മേൽശാന്തിക്കും അത് സാധ്യമായിട്ടില്ല. ഇപ്പം ഇന്ന് ഞാൻ മത്സ്യാവതാരമാണ് ചാർത്താൻ പോകുന്നത് വെച്ചാൽ നടക്കില്ലത്. ഭഗവാൻ തീരുമാനിക്കും ഇന്ന് എൻ്റെ രൂപം എന്തായിരിക്കണം എന്നാണ് മേൽശാന്തിമാർ പറഞ്ഞിട്ടുള്ളത്. അതേ സംഭവിക്കും. ഇവരെങ്ങനെയൊക്കെ പിടിപ്പിക്കാൻ നോക്കിയാലും അതവിടെ പിടിക്കില്ല, ചന്ദനം പിടിക്കില്ല. അങ്ങനെ ഭഗവാനോട് പറയും ഇന്ന് എന്താണ് രൂപം എന്നുള്ളത് അങ്ങ് തന്നെ തീരുമാനിച്ച് ഇതൊന്ന് പിടിപ്പിക്കണം. കാര്യം ഇത്ര സമയത്തിനുള്ളിൽ ചന്ദനം ചാർത്തി തീർന്നിട്ട് വേണം പുഷ്പാഭിഷേകത്തിൻ്റെ സമയമാകുമ്പോൾ നട തുറക്കണം. അവിടെ പതിനായിരക്കണക്കിന് ആളുകൾ നിൽക്കുക. ഈ നട അടച്ചു വെച്ചുകൊണ്ട് ചന്ദനം തൊട്ട് നിൽക്കാൻ സമയമില്ല. ഗുരുവായൂർ അമ്പലത്തിലെ സമയത്ത് കൃത്യം സമയത്താണ് എല്ലാം നടക്കേണ്ടത്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഇത് പൂർത്തിയാവണം. അപ്പോൾ ആ തരത്തിൽ ഈ ഭഗവാൻ കൃഷ്ണനോട് തന്നെ ചോദിക്കുകയാണ് മേൽശാന്തി, ഇന്ന് അങ്ങക്ക് എന്ത് രൂപമാണ് ഇഷ്ടം, അത് ഞാൻ ചാർത്താം. കൈ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. മേൽശാന്തിമാരുടെ അനുഭവം പറഞ്ഞതാണ്. വിരുദ്ധമായി ശ്രമിച്ചപ്പോഴെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ചില സമയത്ത് ഈ ഓടക്കുഴലിൽ താല്പര്യമില്ല, എത്ര വെച്ചാലും അവിടെ നിൽക്കില്ല, അത് താഴെ പോകും. ചില സമയത്ത് ഈ അരഞ്ഞാണം താല്പര്യമില്ല, അവസാനം മേൽശാന്തി അവിടെ കിടന്ന് മുഴുവൻ തപ്പിയാലും ഈ അരഞ്ഞാണം കാണൂല ഇതെവിടെ പോയെന്ന്. എന്നിട്ട് എത്രയോ തിരുമേനി 1-2 തിരുമേനിമാർ ആ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ മുമ്പിൽ സമസ്താപരാധം പറഞ്ഞ് ആ അരഞ്ഞാണം ഒന്ന് കാണിച്ചു തരണേന്ന്. കാര്യം അരഞ്ഞാണം കണക്ക് കൊടുത്തില്ലെങ്കിൽ മോഷ്ടാവെന്നുള്ള പേര് വരും. അപ്പോഴാണ് തിരുമേനിയുടെ പിന്നിലുള്ള ആ താറിൻ്റെ അവിടെ അരഞ്ഞാണം ഉടക്കിയിരിക്കുന്നു. ഇങ്ങനെ അനുഭവം പറഞ്ഞ തിരുമേനിമാരുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞത് രൂപധ്യാനം എന്ന് പറയുന്ന നമ്മളൊരു ബീജമന്ത്രം മനസ്സിൽ ധ്യാനിക്കുമ്പോൾ തുടർന്ന് വരുന്ന രൂപധ്യാനത്തിലേക്ക് അത് കടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സങ്കല്പമാണ് ഈശ്വരൻ്റെ രൂപം. അങ്ങനെയാണ് അത് സംഭവിക്കുകയുള്ളൂ. അല്ലാതെ ഈശ്വരൻ ഒരു പ്രത്യേക രൂപത്തിലും ഛായയിലും ഇരിക്കുന്നതേ അല്ല. കാര്യം അത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട്. അത് കഴിഞ്ഞാണ് ഈ രൂപധ്യാനം കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞത് അടുത്ത സ്റ്റെപ്പ് ഈശ്വര സാക്ഷാത്കാരമായി മാറുക. ഇപ്പം നാമമുറച്ചു, രൂപമുറച്ചു, ഇനിയിപ്പോൾ രണ്ടാമത് ഈശ്വര സാക്ഷാത്കാരമാണ്. ഇനി നമുക്കത് ആ ഈശ്വരനെ നമുക്ക് സാക്ഷാത്കരിക്കണം. ഈശ്വര സാക്ഷാത്കാരത്തിന് പല വഴികളാണ് പറയുന്നത്. ഒരു വഴിയല്ല, പല വഴികളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഉപദേശിച്ചത്. അത് ഓർക്കുന്നുണ്ടെങ്കിൽ ഓർക്കാം. അതിലൊന്ന് ആസക്തിയാണ്. ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴിയിൽ ആസക്തി എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. നമ്മളിലും ആസക്തിയുണ്ട് യഥാർത്ഥത്തിൽ. ഈ ആസക്തിയെ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകണം. നമ്മളിലിരിക്കുന്ന ആസക്തി എന്ന് പറഞ്ഞത് ധനം, മാനം, സുഖം. ഈ 3 ഘടകങ്ങളാണ് നമ്മുടെ ആസക്തി. ഇത് 3 മാത്രമേ ഉള്ളൂ. 1 ധനം, 2 മാനം, 3 സുഖം. വേറെ ഒരു ആസക്തിയും നമുക്കില്ല. ആസക്തി എന്ന് പറഞ്ഞാൽ കൂടുതലുള്ള താല്പര്യം എന്നുള്ളത് മാത്രം എടുത്താൽ മതി. നമുക്ക് സമ്പത്ത് വേണമെന്നുള്ളതൊരു ആസക്തിയാണ്. അതേപോലെ നമുക്ക് മാനം എന്ന് പറയുന്നത് നമ്മുടെ നിലയും വിലയും അനുസരിച്ചുള്ള നമുക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, അതാണ് മാനമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു അഭിമാനബോധത്തോടു കൂടി നിൽക്കാൻ സമൂഹത്തിൽ പറ്റുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. സമൂഹത്തിൽ മോശക്കാരനായി എന്നെ ചിത്രീകരിക്കണമെന്ന് ഒരാളും ആഗ്രഹിക്കില്ല. മൂന്നാമത്തത് സുഖം.
സുഖം, നമ്മളെല്ലാവരും സുഖമാണ് ആശ്വസിക്കുന്നത്. നമുക്ക് സുഖമാണ് ആവശ്യം. നല്ലൊരു കസേര കിട്ടണം, അതിൽ നല്ല സുഖമായിട്ടിരിക്കണം. സഞ്ചരിക്കാൻ നല്ല കാറ് വേണം, പരമാവധി സുഖമുള്ള കാറായിരിക്കണം. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന് സുഖം വേണം. ഇപ്പം അവിടെ അത്രയും ദൂരെ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു സുഖം, ആ സുഖത്തെ മാറ്റാൻ പോയാൽ അവർക്ക് ബുദ്ധിമുട്ടാകും. ഈ സത്സംഗം നടക്കില്ല. അല്ലേ, നേരത്തെ സ്വാമി പറയും എല്ലാവരും ഒന്ന് മുമ്പോട്ടിരുന്നാട്ടെ എന്ന് പറയും. അപ്പോൾ അവർ പറയും ഇല്ല, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. കാര്യം എന്താ? സുഖം. കാല് വെക്കുക, കൈ ഇങ്ങനെ വെക്കുക, അപ്പോൾ അസുഖം. അപ്പോൾ ഈ സുഖം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ആ സുഖമാണ്. അപ്പം സുഖമാണ് ആര്? നമ്മളിപ്പോൾ കിടക്കണം എന്നാലോചിച്ചാൽ എവിടെയെങ്കിലും കിടക്കാൻ പറ്റും. നമുക്ക് ആ സുഖം കിട്ടുന്നിടത്തേ കിടന്നാൽ ഉറക്കാൻ പറ്റുമോ? ഈ സുഖം എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഈ മൂന്നിനെയും ഈശ്വരീയമായി നമുക്ക് തിരിക്കാൻ പറ്റണം. ഈശ്വരീയമായിട്ട് നമുക്ക് ഈ മൂന്ന് ഘടകങ്ങളെ, സമ്പത്ത്, ഈശ്വര ചിന്തയാണ് എൻ്റെ സമ്പത്ത്. ഈശ്വരോന്മുഖമായതെല്ലാം മാത്രമായിരിക്കണം എൻ്റെ സമ്പത്ത്. അതുപോലെ എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് ഞാൻ ഈശ്വരൻ്റെ ഭക്തനാണെന്നുള്ള അഭിമാനം ഉണ്ടാകുക. എൻ്റെ സുഖം എന്നുള്ളത് എല്ലാ സമയത്തും ഈശ്വര സന്നിധിയിൽ ഞാൻ ഉണ്ടാകുമെന്നുള്ള സുഖം. അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളെയും നമുക്ക് വേണമെങ്കിൽ ഈശ്വരീയമായും മാറ്റാം, ഭൗതിക ആഹാരമാണ്, അന്നം. അത് കഴിഞ്ഞ തവണ നമ്മൾ അതിൻ്റെ ഒരു തുടക്കം പറഞ്ഞു. നമ്മളെല്ലാം അന്നഗത പ്രാണരാണ്. കാരണം നമുക്ക് അന്നത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യം, ആസക്തി, അത് അന്നഗത പ്രാണരായതുകൊണ്ടാണ്. അതിനോട് നമുക്കൊരിക്കലും ഒരു മടുപ്പ് തോന്നുന്നില്ല അന്നത്തോട്. ഉച്ചയാവുമ്പോൾ നമുക്ക് ഭക്ഷണം, അത് നല്ല ഭക്ഷണം കിട്ടണം. ഒരു വിവാഹത്തിന് പോയാൽ നല്ല സദ്യ കിട്ടണം. എല്ലായിടത്തും നമുക്ക് അന്നവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഏറ്റവും വലിയ. അതാണ് സ്വാമി നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ നവാഹം നടക്കുന്നിടത്ത് ചെന്നാൽ ഒരു 12:30 ആകുമ്പോൾ 300 പേര് കാണും. ഒരു 10-നും 12-നും ഇടയ്ക്ക് 6-7 പേര് കാണും. അപ്പോൾ ഈ 300 പേര് എവിടുന്ന് വന്ന്? അന്നഗത പ്രാണർ. അവർക്ക് അന്നം മാത്രമാണ്. അവർ ഭക്ഷണം കഴിക്കുന്നു, കൈ കഴുകുന്നു, പോകുന്നു. ഞാനൊരു സപ്താഹത്തിന് ചെന്നപ്പം അവിടുത്തെ ആചാര്യൻ പറഞ്ഞു, ഒരു കാരണവശാലും സപ്താഹം അറ്റൻഡ് ചെയ്യാത്തവർ ഈ ഭക്ഷണം കഴിക്കരുത്, ദോഷഫലമുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ടു, ഞാൻ ആ ഭാഗം കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഈ സപ്താഹം നടത്തുമ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് പേര്, ഒരു സപ്താഹവേദിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് പേര് ഇരുന്ന് ഈ ഈശ്വര സങ്കല്പത്തിൽ, ഈശ്വര സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി ഈശ്വര കഥകൾ കേൾക്കുകയും നമ്മൾ നമ്മുടേതായ മുഴുവൻ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ഈ സപ്താഹവേദിയിൽ സമർപ്പിക്കുന്നുണ്ട് മാനസികമായിട്ട്. അതാണ് സ്വാമി നേരത്തെ പറഞ്ഞത്. നൈമിഷാരണ്യത്തിൽ ശുകമുഖ മഹർഷി കഥ പറയുമ്പോൾ, ഇത് പരീക്ഷിത്ത് രാജാവിന് 7 ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തക്ഷകൻ കടിക്കും, ദംശിക്കും എന്നുള്ള ശാപത്തിന് പ്രതിമരുന്നായിട്ടാണ് അദ്ദേഹം ഈശ്വരകഥ കേൾക്കാനിരിക്കുന്നത്, മോക്ഷത്തിന് വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മഫലം എന്താണ് വന്നിരിക്കുന്നത്? തക്ഷകൻ ദംശിക്കും എന്നുള്ളതാണ്. കറക്റ്റല്ലേ? തക്ഷകൻ ദംശിക്കും എന്നുള്ളതാണ് കർമ്മഫലം. കറക്റ്റല്ലേ? തക്ഷകൻ ദംശിക്കും എന്നുള്ളതാണ് കർമ്മഫലം. സന്യാസിയുടെ കഴുത്തിൽ കൊണ്ട് പാമ്പിനെ ഇട്ട് ശാപം കിട്ടിയതാണ്. അതാണ് തക്ഷകൻ ദംശിക്കും. എങ്ങനെയൊക്കെ പോയി ഒളിച്ചാലും തക്ഷകൻ ദംശിക്കും, അത് മാറ്റമില്ല. അപ്പോൾ ആ 7 ദിവസം, ഇനി 7 ദിവസമേ ഉള്ളൂ. എങ്ങനെ ഒരു മോക്ഷപ്രാപ്തിക്ക് വഴി, അതിനാണ് ഈ ഭാഗവത കഥ കേൾക്കുന്നത് 7 ദിവസം. ഇതാണ് സപ്താഹവേദിയിലും നടക്കുന്നത്. നമ്മുടെ കർമ്മഫലമായ തക്ഷകനെ ദംശിക്കാനുള്ള നമ്മുടെ കർമ്മഫലം, ശാപം, ഈ ഇരിക്കുന്ന നമ്മുടെ ഇപ്പം സപ്താഹവേദിയിലാണെങ്കിൽ ആ സപ്താഹവേദിയിൽ കൃത്യമായി ഇരുന്ന് ആ യജ്ഞത്തിൽ പങ്കെടുക്കുന്നവരെയാണ് തക്ഷകൻ്റെ ദംശത്തിൽ നിന്ന് അല്ലെങ്കിൽ കർമ്മഫലത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ
ഈ ഇരുന്നവർക്ക് ദംശനം എന്നുള്ളത് മോചിക്കപ്പെട്ടു, മോക്ഷം കിട്ടി. പക്ഷെ ഈ ദംശനം എന്തുകൊണ്ടാണ് ആ മോചനം ഉണ്ടായത്? ഭഗവാന്റെ കഥ കേട്ടതുകൊണ്ട്. കേൾക്കാതെ അവിടെ വന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അവരെയും ദംശിക്കും. കാര്യം ഈ സപ്താഹവേദിയിൽ തക്ഷകൻ ദംശിക്കും, അതിനകത്ത് സംശയമൊന്നുമില്ല. അതാണല്ലോ സപ്താഹം. അല്ല, സപ്താഹം വേറൊന്നുമല്ല. ഈ തക്ഷകൻ്റെ ദംശനമാണ് അവിടെ. തക്ഷകൻ ദംശിക്കുന്നുള്ളതിന് സംശയമില്ല. കാര്യം പരീക്ഷിതനെ ദംശിച്ചെങ്കിലും മോക്ഷപ്രാപ്തിയിലായി. ഇവിടെ സംഭവിക്കുന്നത് ഈ സപ്താഹത്തിൽ അറ്റൻഡ് ചെയ്ത് മനസ്സർപ്പിച്ച് നമ്മുടെ മുഴുവനും ആ വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം സപ്താഹവേദിയിൽ നമ്മളും അർപ്പിച്ചു. ഇതാർക്കെങ്കിലും വിഹിതം കൊടുത്തല്ലേ പറ്റൂ. അപ്പോഴാണ് 12:30 ഒരു 10-250 പേര് ഉണ്ണാൻ വരും. എന്നാ പിടിച്ചോ. ഇവൻ ഈ സർപ്പദംശനത്തിൻ്റെ ശാപവുമായിട്ടാണ് ഉണ്ടിട്ട് പോകുന്നത്. ആ ശാപത്തിൻ്റെ പങ്കാണ് ആ ഭക്ഷണം, പ്രസാദമാണത്. അല്ലാതെ ഹോട്ടലിലെ ശാപ്പാടല്ല. ആ പ്രസാദത്തിന് അതിൻ്റെ ഫലമുണ്ട്. ഉണ്ടിട്ട് പോണവർ ആ ഇരുന്ന മുഴുവൻ, അവിടെ ആരാണോ ഇരുന്ന് അവരുടെ മുഴുവനും ഈ ആചാര്യൻ അർപ്പിച്ച കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കർമ്മഫലത്തിൻ്റെ മുഴുവൻ ദോഷവും തക്ഷക ദംശനം ഏറ്റേ അവിടുന്ന് പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് അല്ലാത്തവർ കഴിക്കല്ലേ എന്ന് ആചാര്യൻ പറഞ്ഞു.